അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രാത്രി മുതലാണ് കേട്ടോ. പിള്ളേർ ട്യൂഷനൊക്കെ പോയി വന്നിട്ട് ക്ഷീണിച്ചിട്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തരൂ ജിനിമ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ, ഓയിലി സ്നാക്ക്. അപ്പോൾ ചായ, ഒരാൾക്ക് ഹോർലിക്സ്, ഇങ്ങനെ 2 ആക്കണം. അപ്പോൾ പാലൊക്കെ എടുത്ത് ഹോർലിക്സ് പാലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറെന്നുള്ളത്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. മഴയുണ്ടോ? ഇത് കുറച്ച് ദിവസം മുന്നത്തെ വ്ലോഗാണ്, അതാണ് നല്ല മഴയുള്ളതൊക്കെ ഇതിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല. മഴയില്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ചൂടും വരാറുണ്ട് കേട്ടോ, അങ്ങനെയും തോന്നാറുണ്ട്. രാത്രിയൊന്നുമല്ല, പകലെപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ എന്തായാലും ഞാനിവിടെ കുഞ്ഞുകുഞ്ഞാന്നരിഞ്ഞ നമ്മുടെ വലിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലൊക്കെ വേണം. ഈ ഉള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഉള്ളി ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ലേ ജിനി എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല കേട്ടോ, ഉള്ളി എന്നും ഉണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലമാവ് മാത്രമാണ് നമ്മൾ എടുക്കാറുള്ളത്. ഞാൻ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് മുളക് പൊടി, അതുപോലെ ഉപ്പ്, കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കണം. അതേപോലെ ഞാൻ ഒരു നുള്ള് നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ഞാൻ കാണിക്കുക. ഒരുപാട് ലൂസാക്കാനും പാടില്ല, ഒരുപാട് ടൈറ്റാക്കാനും പാടില്ല. നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുക. പക്കവട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതുപോലെ കുഞ്ഞു ഇതാക്കിയിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എന്നതിന് അടയാളമാണ്. ഇതങ്ങ് പൊങ്ങി മുകളിലോട്ട് അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ്, പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു ഇതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. മുളക് ചട്നിയിൽ ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നിറയെ കറിവേപ്പിലയും മല്ലിയിലയും ഇടുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഒരു മണം മൂക്കിലടിക്കുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതാ ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കളറാകുമ്പോഴാണ് റിമൂവ് ആക്കി എടുക്കാറ് കേട്ടോ. അങ്ങനെ നിറയെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 4 മണിക്ക് ചായ കുടിക്കുമ്പോഴത്തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് മാത്രം കേട്ടോ ഒപ്പം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താണ് വിശേഷം? എനിക്ക് തന്നെ പറയാൻ കിട്ടുന്നില്ല, എന്തൊക്കെ പറയണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം നിങ്ങൾ കമൻസ് ഒന്നും കാര്യമായിട്ട് ഇടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തോന്ന് പറയാനാ. പിന്നെ നമ്മുടെ ചായ ഫാൻസ് ഒത്തിരി പേരുണ്ട്. നമ്മുടെ ലോങ് വീഡിയോ മാത്രം കാണുന്ന ആൾക്കാർക്ക് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ 5 ഗ്ലാസ് ചായയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ 1 ഗ്ലാസ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ പാൽ കേട്ടോ. പിന്നെ നമ്മുടെ പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ ഞാൻ ചായ ഇറക്കി വെക്കും. ഒരു 3-4 മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുക്കണം കേട്ടോ. 2 സ്പൂൺ ചായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് താജ്മഹലിൻ്റെ. അപ്പോൾ ഈ ചായ വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. താജ്മഹൽ മേടിച്ചിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആ ഒരു കടുപ്പത്തിൻ്റെ കാര്യം ശരിക്കും ശ്രദ്ധിക്കാനായിട്ടാണ്. കറക്റ്റ് ആ ഒരു കളറിൽ തന്നെ ഇറക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ ആഡിലൊക്കെ കണ്ടിട്ടില്ലേ, വാ താജ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇന്നലെ നമ്മൾ ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കി വീഡിയോയിലിട്ടത് നന്നായിട്ട് ഇഷ്ടമായി, കണ്ടിട്ട് തന്നെ കൊതിയാവണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയും കൂടി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. എല്ലാവർക്കും എന്നും അതൊക്കെ കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാലും പറ്റുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുക. ഞാനും വീഡിയോക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നും മേടിക്കാറില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ മേടിക്കുന്ന സാധനങ്ങൾ ഞാൻ ഡിഫറെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാറാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് ചാനൽ കണ്ടിട്ട്, നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര എന്താ പറയുക ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ക്രിയേറ്റീവായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ റെസിപ്പി വീഡിയോസ് മാത്രം ഇടുമ്പോൾ അതോട്ട് കാണാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലേനും. അപ്പം നമ്മൾ വ്ളോഗിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. പിന്നെ ഇതാ പിള്ളേരൊക്കെ ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ പഠിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ
ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് റിഹാൻക്കൊന്നും വേണ്ട പറഞ്ഞു. അവൻ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നൊന്നും കഴിക്കില്ല. അയാൻകുട്ടി ഇതാ ബ്രെഡ് മതി എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ടുണ്ട് കേട്ടോ. ബ്രെഡും പിന്നെ ന്യൂട്രല്ലയുടെ സ്പ്രെഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ന്യൂട്രല്ല സ്പ്രെഡ് കഴിയാനായപ്പം, ന്യൂട്രല്ല അല്ല പ്യുവർ ഹാർട്ടിൻ്റെ അത് കഴിയാനായപ്പം റിഹാനും വന്ന് ഞാനും കഴിക്കട്ടെ പറഞ്ഞിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന്. എനിക്കാണെങ്കിൽ അവരുടെ കാഷ്യൂ സ്പ്രെഡാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ആ സ്പൂണിൽ നിന്ന് എടുത്ത് കഴിക്കണണ്ടപ്പം എനിക്ക് ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര കൊതിയായി. അപ്പോൾ ബാക്കി ഒന്ന് ചോറ് ഇതുപോലെ എടുത്ത് വെക്കും. എന്തെങ്കിലും ദോശ ആട്ടുമ്പോൾ അല്ലെങ്കിൽ ഇഡ്ഡലി കാട്ടുമ്പോഴൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് കളയേണ്ടി വരാറുണ്ട് കേട്ടോ, വല്ല പൂച്ചയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം പിന്നെ ക്രീം ഇതാ ഇങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറ് കേട്ടോ. നമ്മൾ പാലെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല അടപ്പുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലോ ആക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ രണ്ടും ഞാൻ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടെ. ഫ്രിഡ്ജിൽ ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നിറയും. വീക്കെൻഡ് ആകുമ്പോഴാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് അറിയാറ്. വീക്ക് ഡേയ്സിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അറിയില്ല. കാരണം അന്നന്ന് ഉണ്ടാക്കുന്ന ഫുഡ് അന്നന്ന് തീരാറുണ്ട് കേട്ടോ. വീക്കെൻഡിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ വരാറുണ്ട്. അങ്ങനെ നമ്മൾ അരി ഉഴുന്ന് ആട്ടി വെച്ചതിനെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. പൊങ്ങിയതാണ് മാവ്, ഇഡലിക്കാണ് കേട്ടോ ഞാൻ ആട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ദോശയൊക്കെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കി കൊടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകലും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചണും ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇന്നങ്ങ് കിച്ചണിനോട് വിട പറഞ്ഞിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നാളെ കിച്ചണിലോട്ട് വരുമ്പോൾ എന്തുണ്ടാക്കും, എന്താക്കും, എന്ത് ലഞ്ച് ബോക്സ് ആക്കും, എന്ത് വീഡിയോ എടുക്കും, ഇങ്ങനെയൊക്കെ കുറേ ആലോചനകളുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അയാൻക്ക് വലിയ ആണിൻ്റെ വോയിസ് ആണെന്ന്. അയൻകുട്ടി 8ാം ക്ലാസ്സിലെത്തി, വലിയ ചെക്കനായില്ലേ, ഇനിയിപ്പോൾ എന്താവാൻ. റിഹാനും ആയി. ഇനിയിപ്പോൾ അയാൻ എന്നെക്കാളും ഹൈറ്റ് വെച്ചു. റിഹാൻ പിന്നെ പണ്ടേ ഹൈറ്റ് ഉണ്ടായിരുന്നു. റിഹാനും അയാനും ഒത്തിരി ഒന്നും ഹൈറ്റിന് ഡിഫറെൻ്റ് ഇല്ല. അയാൻ കുറച്ച് തടി ഉണ്ടെന്ന് മാത്രം കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഞാനിതാ കിച്ചണും ക്ലോസ് ചെയ്തിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് അങ്ങ് പോയി ഉറങ്ങി. രാവിലെ എണീച്ച് നമ്മുടെ സ്ഥിരം പാലും കൊണ്ട് വന്നിട്ടാ. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് നമ്മളോട് എൻ്റെ ആ ഒരു പർദ്ദ ടൈപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ലിങ്ക് അല്ല കേട്ടോ, അത് നമ്മുടെ കഹാനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു 3-4 പീസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഒരു 3-4 പീസും കൂടി ഇരിക്കുന്നുണ്ട്. ബ്ലാക്കിലുണ്ട്, പിന്നെ ഈ ഒരു കളറും പിന്നെ വേറൊരു കളർ, എല്ലാം ഒരു പീസേ ഉള്ളൂ കേട്ടോ. കളേഴ്സ് ഇങ്ങനെ ബ്ലാക്കിന് കുറേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഫോട്ടോസ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ചക്കട ഞാനും ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മുടെ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വലിയ കമൻറ്റ്സ് ഇടുക. അപ്പോൾ തന്നെയാണ് എനിക്ക് ഒത്തിരി ലോങ് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടേ നമ്മുടെ ഇതിൽ, അല്ലാണ്ട് പാട്ടിട്ടിട്ടോ വേറെ എന്തെങ്കിലും ചെയ്തിട്ടൊന്നും നമ്മുടെ വ്ളോഗ് മൂവ് ആവില്ല. 10-20 മിനിറ്റൊക്കെ ഇല്ലേ. അപ്പോൾ എനിക്ക് കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ വലിയ കമൻറ്റ്സ് ഇടുക. അപ്പോൾ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരും കേട്ടോ. പിന്നെ ഇതാ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇനി ചായ എല്ലാം കൊണ്ടുകൊടുത്ത് ഞാൻ ചായ ഇരുന്ന് കുടിച്ച് പിള്ളേർക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. സ്കൂളൊക്കെ ഉള്ളതല്ലേ. ഇപ്പോൾ ജിമ്മിലൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് രാവിലെ റിലാക്സ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് വന്ന് ചടപടാന്ന് പറഞ്ഞിട്ടല്ലേ ഓരോന്ന്. അപ്പോൾ നമുക്ക് സമയം കുറച്ച് ഇങ്ങനെ ടൈറ്റ് ആവണ പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാ ചായയൊക്കെ ചൂടാറ്റിയിട്ട് ഞാനിരുന്ന് അവിടെ ചായ കുടിക്കുകയാണ്. റിഹാൻ്റെ ചായയാണ് കേട്ടോ ഞാൻ ഇന്ന് ചൂടാറ്റിയിട്ട് എടുത്തിട്ടുള്ളത്.
അതേപോലെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ലഞ്ച് ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും എനിക്കൊരു ന്യൂസ്റ്റു റെസിപ്പിയാണ് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മ ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് കാണാം. വെളിച്ചെണ്ണയിലോട്ട് ജീരകവും അതേപോലെ കടുകൂട്ട് പൊട്ടിച്ച ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ വെണ്ടയ്ക്ക കാരക്കുളമ്പ് അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുന്നത്. അന്നൊന്നും പേരൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇതുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റോടുകൂടി ഞാൻ ചോറുണ്ണുമായിരുന്നു കേട്ടോ. പിന്നെ കറിവേപ്പിലയും വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വണക്കിയെടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഇവിടെ സാമ്പാർ പൊടി, മുളക് പൊടി, ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. സാമ്പാർ പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ പൊടി ഒക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഈ വെണ്ടയ്ക്ക് ഒന്ന് വെന്ത് വരട്ടെ. ഒന്നും കൂടെ ഒന്ന് കുക്കായാൽ അത്രയും ടേസ്റ്റാണ്. ഈ മസാലയും ഒക്കെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണേ. പിന്നെ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് അധികം പുളി തന്നെ ഒഴിക്കണം. കുറച്ച് പുളി മുന്തി നിൽക്കുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ ഇത്. കറി എന്ന് പറയാൻ പറ്റില്ല, ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇനി നമ്മളിത് വറ്റിച്ച് എണ്ണയ്ക്ക് തെളിഞ്ഞ് മുകളിലോട്ട് വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഏത് ലെവൽ വരെ വേണമെന്നുള്ളത് ഞാൻ കാണിക്കാം. എന്നിട്ട് ഇത് ചോറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല വിശക്കണ സമയത്ത് അത് തുറന്ന് കുറച്ച് ഈ ഒരു കറീനെ നമ്മുടെ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പിലോട്ട് മാറ്റി ബാക്കിയുള്ളത് അതിൽ കുഴച്ച് കഴിച്ച് ഫ്രണ്ട്സിനുള്ളതാണ് കേട്ടോ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അവരെടുക്കും. അങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നത്. അപ്പോൾ അവർ എടുത്ത് കഴിച്ചു, നമ്മളും കഴിച്ച്. അതൊരു ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നാവിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഇന്നലെ ആട്ടി വെച്ച മാവൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി അരയ്ക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇഡ്ഡലിയും അതേപോലെ ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളി നേരത്തെ നന്നാക്കി വെച്ച ഉള്ളി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ളിയും വേണം. ഉള്ളിയില്ലാത്ത ജീവിതം എനിക്കില്ല, ഉള്ളിയില്ലാത്ത ദിവസം എനിക്കില്ല എന്താണ്. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ആൻകുട്ടി കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗ്ഗ് ഉണ്ടായിരുന്നു. പിന്നെ കുമ്പളങ്ങയൊക്കെ മേടിച്ചു. ഞാൻ പരിപ്പ് ചാറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുമ്പളങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അന്ന് കറി വെച്ചില്ല, അന്ന് നമ്മൾ രസമാണ് വെച്ചത്. പിറ്റേ ദിവസം നമ്മൾ കോഴിച്ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാം കൂടെ നന്നാക്കി എണ്ണയിലിട്ട് വഴറ്റി കുറച്ച് മുളക് പൊടി ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നി റെഡി. ഞാൻ പിന്നെ രാവിലെയൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഓരോന്ന് വഴറ്റാനൊന്നും നിൽക്കാറില്ല. സമയമില്ലാത്തതുകൊണ്ട് വേഗം ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കും. പിന്നെ ഇതാ ഇഡ്ഡലിയുടെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. തട്ടിലോട്ട് ഒഴിച്ച് ആവി കയറ്റിയെടുക്കുക. 7 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇഡ്ഡലിയും റെഡിയാവും. കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ ചെയ്യുന്നതാണ്. കേരളത്തിലുണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. തുണി വയ്ക്കും കേട്ടോ, അതിൻ്റെ മുകളിൽ നല്ല വെള്ള തുണി വയ്ക്കും. എന്നിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് ഒരൊറ്റ കൊട്ടങ്ങ് കൊട്ടിയാൽ മതി കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. നല്ല വൃത്തിയുള്ള തുണിയാണ് കേട്ടോ വയ്ക്കാറുള്ളത്. അപ്പുറത്ത് നമ്മുടെ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ടിട്ട് ഇതിനൊന്ന് അരച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടൊമാറ്റോ ചട്നി അരയ്ക്കുമ്പം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് അരയ്ക്കാൻ പാടില്ല. കുറച്ചിങ്ങനെ കടിക്കണം കേട്ടോ. അതിൽ പേസ്റ്റ് പോലെ ആവാൻ പാടില്ല. അപ്പോൾ ഞാനതൊന്ന് അരച്ചിട്ടുണ്ട്. മോൻ അവിടെ ആ ഒരു സ്പ്രെഡ് കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒന്നിലത്തെ ബാക്കി. അങ്ങനെ ഇതാ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ ലഞ്ചിലും പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഷാളും പിടിച്ചിട്ട് എടുത്തത്. ഇതാ കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഞാനിത് ഇങ്ങനെ എടുക്കാറുള്ളത്. ചില ആൾക്കാർ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് തെളിക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊണ്ടുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ ലഞ്ച് ബോക്സിൽ വെച്ചു. അവർക്ക് കഴിക്കേണ്ടത് പ്ലേറ്റിൽ വെച്ചു. ഇഡലി ആകുമ്പോൾ പിന്നെ 1, 2 ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കുള്ളൂ, കൂടുതലൊന്നും കഴിക്കില്ല. ഭയങ്കര മടിയാണ് കേട്ടോ ഇഡലി കഴിക്കാൻ. അപ്പോൾ ഒന്നുകൂടെ വെക്കട്ടെ വെച്ചപ്പോൾ വേണ്ടാന്നും പറഞ്ഞിട്ട് പോയി. അവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇഡലി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ ഏറ്റവും ഹെൽത്തി ആണല്ലോ അല്ലേ ഇത്. അങ്ങനെ നമ്മുടെ ഇഡലിയൊക്കെ റെഡിയായി. കുറച്ച് ഞാൻ കാസറോളിലും വെച്ചിട്ടുണ്ടായിരുന്നു.
ലഞ്ച് ബോക്സിലേക്കുള്ളതും അങ്ങനെ വെച്ചു. പിന്നെ ചട്നിയും കൂടി ഒന്ന് ആക്കിയെടുത്തു കഴിഞ്ഞാൽ അവരുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ട് സൂപ്പർ മരുമകൾ എന്നുള്ള ഒരു കമൻറ്റ് കേട്ടോ. എന്തുകൊണ്ട് ആ കമൻറ്റ് ഇട്ട് എന്നുള്ളത് ഞാൻ തിങ്ക് ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് വീട്ടിലെ പണികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണതുകൊണ്ടും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ടും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതിനോട് യാതൊരുവിധ യോജിപ്പുമില്ല. കാരണം ഓരോരുത്തർക്ക് ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് അവരത് ചെയ്യട്ടെ. അത് അവർ നല്ലതാണോ നല്ലതല്ലയോ, അല്ലെങ്കിൽ വീട്ടു പണി ചെയ്യുന്ന ഒരാൾ മാത്രമാണ് നല്ലത് ഇങ്ങനെയൊന്നും പറയാൻ എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല കേട്ടോ. എനിക്ക് ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിതിങ്ങനെ ചെയ്തു പോകും. വേറെ ആരൊക്കെയോ പറഞ്ഞൊരു ഓർമ്മയുണ്ട്, നവ്യാണോ മഞ്ജു വാര്യറാണോ ആരാന്ന് കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഇപ്പോൾ വീട്ടിൽ ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർ കുക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരൊരു നല്ല സ്ത്രീ അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അവരുടെ ഇഷ്ടം അതായിരിക്കും ആണ്, അതുകൊണ്ട് അവരത് ചെയ്യട്ടെ. അല്ല, ഒരു സ്ത്രീക്ക് ഇഷ്ടം പുറത്തു പോയി ജോലി ചെയ്യാനാണ്, അപ്പോൾ അവരത് ചെയ്യട്ടെ. എത്രയോ ആൾക്കാരുണ്ടല്ലോ പുറത്തു പോയി ജോലി ചെയ്ത് കുടുംബം അടിപൊളിയായിട്ട്, അവരൊക്കെ അടിപൊളി ആൾക്കാരാണ്. എനിക്കിത് നല്ല കമൻറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ കമൻറ്റിനെ ഒരു നെഗറ്റീവായിട്ട് പറയല്ല, ആ ഒരു തോട്ടിനെയാണ് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നത്. അതായത് വീട്ടിലെ പണികൾ ചെയ്യുന്ന സ്ത്രീകൾ മാത്രം നല്ലത് എന്ന ഒരു മെൻറ്റാലിറ്റി മാറ്റിയെടുക്കണം സമൂഹം. അത് മാറ്റിയെടുത്താൽ തന്നെ ഉള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയുള്ള ജനറേഷനൊക്കെ ഒരുപാട് പാടുപെടും കേട്ടോ. നമുക്ക് തന്നെ നമ്മൾ തന്നെ 2 ജനറേഷൻ്റെ ഇടയിലായതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിഫറൻറ്റ് നന്നായിട്ട് അറിയാം. 90കളിൽ ജനിച്ച ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം. നമ്മുടെ ഓൾഡ് ജനറേഷനിലത്തെ ആൾക്കാർ ജീവിച്ചു വരുന്നതും ന്യൂ ജനറേഷനിലെ ആൾക്കാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി പുതുമയുള്ള ആൾക്കാരുടെ ഫീലിങ്സും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പഴയ ആൾക്കാരുടെയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. രണ്ടിൻ്റെയും കൂടെ ഇടയിലായതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായത് കേട്ടോ. ഞാൻ പറയുന്നത് പൊട്ടത്തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ചിന്താഗതികളാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളും അവരുടേതായിട്ടുള്ള ചെയ്യാനിഷ്ടമുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചിട്ട് ആ ഒരു സ്ത്രീ മോശം, ആ ഒരു സ്ത്രീ നല്ലത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അങ്ങനെ കുട്ടികളൊക്കെ പോയി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഞാനിതാ വേഗം വന്ന് ഞങ്ങൾക്കുള്ള ഇഡലിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ പറയാമെന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകും. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സംസാരിക്കാൻ ഇങ്ങനെ നമുക്ക് വേണമല്ലോ, സംസാരം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും സംസാരിക്കും. ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന ആളോട് സംസാരിച്ച് ശരിയാവില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടം നമുക്ക് വരുമ്പോൾ തനിയെ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കാറുമുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. കാരണം എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരു ലോജിക്ക്, നമുക്കൊരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയും കൂടി നോക്കിയിട്ട് വേണം. അല്ലാണ്ട് എല്ലാവരോടും ചറപറ സംസാരിച്ചിട്ട് യാതൊരു മാച്ചാവാത്ത സിറ്റുവേഷനിലും പോയി സംസാരിച്ചിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഉള്ള ഒരു കാര്യം അയാളോട് അത് പറഞ്ഞിരിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിരിക്കണം. അത് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലും അത് നമ്മളത് പറഞ്ഞിരിക്കണം. ഇതൊക്കെ ഒരു 10 വർഷം മുന്നേ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്ന ഒരാളേ അല്ല. ഓരോ ദിവസം നമ്മൾക്ക് കൂടുന്തോറും നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് വെള്ളത്തിലിട്ട പണ്ട് ഉഴുന്ന് വീർക്കൂല, അത് ചെയ്യുന്നില്ല. ഉഴുന്ന് മേടിച്ച് ഉഴുന്ന് അങ്ങനെ ആവുന്നില്ല. അതെന്താണോ അങ്ങനെ, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എത്ര പണിയാവും. ഇതിപ്പോ ലുലൂന്ന് മേടിച്ചല്ലേ. എന്നാലും അതിന്റെ ഇത് കാണിക്കുന്നുണ്ട്, മയം വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ വായടിച്ച് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഹർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോറി പറയണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലേ.
അപ്പോൾ ഇതാ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കുകയാണ്. ഇവിടുത്തെ ഉഴുന്നിനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കേട്ടോ. കാരണം ഉഴുന്ന് വെള്ളത്തിലിടുമ്പോൾ അങ്ങ് പൊങ്ങി വരില്ലേ, അതിപ്പോൾ വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണണമെങ്കിൽ റെഡ് ഹാർട്ട് ഇടുക. അപ്പോൾ എല്ലാവർക്കും ബൈ.